നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നാടകീയ നീക്കം. റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത് US. രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന തിരച്ചിൽ. കരീബിയൻ മേഖലയിൽ മറ്റൊരു കപ്പലും കൂടി പിടിച്ചെടുത്തു. റഷ്യൻ അന്തർവാഹിനിയുടെ അടമ്പടിയുള്ള റഷ്യൻ പതാകയുള്ള വെനിൻസുലയുടെ എണ്ണക്കപ്പൽ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US സൈന്യം പിടിച്ചെടുത്തു. US ഉപരോധം ലംഘിച്ച് എണ്ണ വ്യാപാരം നടത്തിയ വെനിൻസുല കപ്പലിന് വേണ്ടി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US സൈന്യം രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന തിരച്ചിലിനൊടുവിലാണ് നടപടി. ഐസ്ലാൻഡിന്റെ തീരത്തു നിന്നും 222 കിലോമീറ്റർ അകലെയാണിത്. റഷ്യൻ സേനയുടെ സാന്നിധ്യമുണ്ടായെങ്കിലും അവർ ഇടപെട്ടില്ല. US സൈനിക ഹെലികോപ്റ്ററുകൾ കപ്പലിന് മുകളിൽ വട്ടമിടുന്നതിന്റെ ദൃശ്യം റഷ്യൻ TV പുറത്തുവിട്ടു. ഉപരോധം ലംഘിച്ച് ഇറാനുമായി എണ്ണ വ്യാപാരം നടത്തിയതിന് US വിലക്കിയിരിക്കുന്ന ബെല്ല 1 എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നതിനുള്ള കപ്പൽ കാലിയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ കരീബിയൻ കടലിൽ വെനിൻസുലയുടെ മറ്റൊരു എണ്ണക്കപ്പലും US സേന പിടിച്ചെടുത്തിരുന്നു. വെനിൻസുല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നതിനായി US നടത്തിയ ആക്രമണത്തിൽ 24 സൈനിക ഓഫീസർമാർ കൊല്ലപ്പെട്ടതായും വെനിൻസുല വെളിപ്പെടുത്തി. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 32 ക്യൂബൻ സൈനിക ഓഫീസർമാരുടെ പേര് വിവരങ്ങൾ ക്യൂബ പുറത്തുവിടുകയും ചെയ്തു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.